അസ്സലാമലൈക്കും. ഹംനാസ് കിച്ചൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ബന്ന് വെച്ച് നല്ലൊരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേണ്ടിയിട്ട് ബന്നാണിത്. ബന്ന്, പിന്നെ കോഴിമുട്ട പുഴുങ്ങിയെടുത്തതാണ്, പിന്നെ ഉള്ളി, വലിയുള്ളി മുറിച്ചെടുത്തത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല, അതേപോലെ മല്ലിയില, പിന്നെ മസാലകളുമാണ് ഇതിന് വേണ്ടത്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ എണ്ണ ചൂടായാൽ ആദ്യം നമുക്ക് വലിയുള്ളി ഇല്ലേ, നമ്മൾ മുറിച്ചെടുത്ത വലിയുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളി നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കുക. ഈ ഉള്ളിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി ഒന്ന് വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടിപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളി വേഗം നല്ലോണം വഴന്ന് വന്നോളും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. അതേപോലെ ഇതിഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പം നമ്മളെ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ഒക്കെ പച്ച ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ നമ്മളെ ആവശ്യാനുസരണം ഇട്ടാൽ മതി. ഞാൻ കണക്കൊന്നും പറയുന്നില്ല. നമ്മളിപ്പോൾ തോന ഉണ്ടാക്കുകയാണെങ്കിൽ തോന മസാലകൾ ഇടണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് മസാലകളും ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നമ്മളെ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അവസാനമായി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെ ഫില്ലിങ്ങിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് കോഴിമുട്ട. ഞാൻ നേരെ പകുതിയാക്കി, ചെറിയ ബന്നായതിനെ കൊണ്ട് പകുതിയാക്കിയതാണ്. മറ്റേ അതിൽ നിറയ്ക്കാൻ കഴിയില്ല. വലിയ ബന്നൊക്കെ ആണെങ്കിൽ നമുക്കൊരു കോഴിമുട്ട തന്നെ മുഴുവനായിട്ട് നിറയ്ക്കാം. ഇതിപ്പം ചെറുതായതിനെ കൊണ്ട് ഞാൻ കോഴിമുട്ട നടുമുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബന്ന് നിറച്ചെടുക്കാം.
ബന്നെടുത്തിട്ട് ഇതുപോലെ തുരന്നെടുക്കണം. നടു മുറിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ എടുക്കണം. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള എല്ലാ ബന്നുകളും ഇതുപോലെ മുറിച്ചെടുക്കുക. അപ്പോൾ എല്ലാ ബന്നുകളും ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ മുറിച്ചെടുത്തത് നമ്മൾ ഒഴിവാക്കരുത് കേട്ടോ, ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ പൊടികൾ ഞാനൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇത് പാലൊഴിച്ചിട്ടൊന്ന് കുറുങ്ങനെ കലക്കിയെടുക്കണം. പാലോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ചുടുവെള്ളം എന്തായാലും കുഴപ്പമില്ല. ഞാനിവിടെ കുറച്ച് പാലൊഴിച്ചിട്ടാണിത് കലക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ കുറച്ച് കൈ വെച്ച് നല്ലോണം യോജിപ്പിക്കുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചീസോ അല്ലെ മയോണൈസോ അല്ലെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അമൂലിൻ്റെ ചീസ് കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ മതി. അല്ലാണ്ട് ഇതൊന്നും ഇല്ലാണ്ട് ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിറച്ച് കൊടുക്കാം. അപ്പം ആദ്യം നമുക്കിതിലേക്ക് ഒരു കഷ്ണം ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കോഴിമുട്ട ഇതിലേക്ക് വെച്ചെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇത് ഒഴിവാക്കരുതെന്ന്, അത് ഇങ്ങനെ വെച്ച് അമർത്തി കൊടുക്കുക. ബാക്കിയുള്ള ഇതെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കുക. ഒക്കെ ഇതേപോലെ ചെയ്തെടുക്കുക. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ ചെയ്തെടുക്കുക. ഇതാ നമ്മളെ ബന്നിതാ നിറച്ച് കഴിഞ്ഞിക്ക്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രൈ പാനിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം വേണ്ടത് കോഴിമുട്ട പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് അതിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ബന്നൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചില്ലേ കോഴിമുട്ടൻ്റെ, അതിലേക്ക് ഈ ബന്ന് മുക്കുക. എന്നിട്ട് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. സൈഡും ഒക്കെ ഒന്ന് നല്ലോണം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. മറ്റും ഇത് വേഗം അങ്ങോട്ട് കരിഞ്ഞു പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സ്നാക്സാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് മാത്രമായില്ല, നിങ്ങളത് പോയി കാണുകയൊക്കെ ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക. എന്നിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ കാണുമ്പോഴല്ലേ എനിക്ക് അതൊരു ഇനിയും വീഡിയോസൊക്കെ എടുത്തിടാനുള്ള ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ കാണുക. സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണുക. പിന്നെ നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എല്ലാവരും പുറത്തിറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കുക. അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതിരിക്കുക. ഇപ്പം കൊറോണ കൂടി വന്ന സ്ഥിതിയാണുള്ളത്. പുറത്തിറങ്ങുമ്പോൾ 2 മാസ്കൊക്കെ ഇടുക. ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക.
പിന്നെ സാമൂഹിക അകലം പാലിക്കുക, സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കുക, ഇതൊക്കെ തന്നെ പറയാനുള്ളത്. അപ്പം നമ്മളെ ബന്നിത ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ബന്നുകളും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതാ നമ്മളെ ബന്നൊക്കെ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ നല്ലൊരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും കാണുന്നവരേക്ക് അസ്സലാമു അലൈക്കും.